എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളിപ്പോഴേ തിരുവനന്തപുരത്ത് ഞങ്ങളുടെ സിന്ധുവിൻ്റെ ചേച്ചിയുടെ മോൻ്റെ വീട്ടിൽ. അപ്പോൾ നമ്മുടെ പപ്പനാവിൻ്റെ നാട്ടിലോട്ട് പോയിട്ട് ഒരേ നാളായി. അപ്പോൾ ഇപ്പോൾ ഈ മഴ സമയത്തൊക്കെ നമുക്ക് അവിടെ നിന്ന് പോകാമെന്ന് വിചാരിച്ചു. തിരുവനന്തപുരത്തൊന്നും വലിയ മഴയില്ലെന്ന് അറിഞ്ഞു. പിന്നെ എൻ്റെ ഒരു അടുത്ത സുഹൃത്തിൻ്റെ മകള് അവിടെ നെയ്യാറ്റിൻകരയ്ക്കടുത്ത് അവിടെ ഒരു സ്ഥലത്തിൻ്റെ പേര് കാരാക്കോണം മെഡിക്കൽ കോളേജിൽ മോള് പ്രസവിച്ചിരിക്കുകയാണ്. അപ്പോൾ കുഞ്ഞിനെ ഒന്ന് കാണണം. പിന്നെ നമുക്ക് വേറെ ഏത് അമ്പലമായിരുന്നു പറഞ്ഞ് തൃപ്പരപ്പ് മഹാദേവ ക്ഷേത്രത്തിലൊന്ന് പോകണം. നോക്കട്ടെ, പറ്റുവാണെങ്കിൽ അവിടെ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് കറങ്ങിയിട്ട് നാളെ ഇങ്ങ് തിരിച്ചു വരും. നാളെ വൈകിട്ടത്തേക്ക് തിരിച്ചു വരും. മൂത്ത ചേച്ചി ഇപ്പൊ വീട്ടിലുണ്ട്. അപ്പൊ ചേച്ചി പറഞ്ഞു പൊക്കോ, ഞാൻ എല്ലാവരെയും നോക്കിക്കോളാം, പേടിക്കണ്ട, നിങ്ങൾ പോയിട്ട് വരാൻ പറഞ്ഞു. ചേച്ചിയെ വീട്ടിലുണ്ട്. ചേച്ചി ഇവാനെയും കുഞ്ഞിനെയും ഒക്കെ നോക്കിക്കോളും, കുഴപ്പമില്ല. കിളികൾക്കൊക്കെ ഫുഡ് രാവിലെ കൊടുത്തിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത്. ഇനിയും പിന്നെ നാളെ വൈകിട്ടത്തേക്ക് നമുക്ക് തിരിച്ചു വരാം അല്ലേ? നാളെ വൈകിട്ടത്തേക്ക് തിരിച്ചു വരാം. മാത്രമല്ല പുള്ളിക്കാരിക്ക് പൂച്ചക്കുഞ്ഞുങ്ങളെ കിളികളെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. നേരത്തെ വീട്ടിൽ വന്നിട്ടുള്ളതുകൊണ്ട് അറിയാം അതിന്റെ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം. അപ്പോൾ എല്ലാം ചെയ്തോളൂ. അതുകൊണ്ട് നമുക്ക് പേടിക്കാതെ പോകാൻ പറ്റും. എല്ലാവരെയും ഒന്നും ഏൽപ്പിച്ചിട്ട് വരാൻ പറ്റത്തില്ല. ഇതിനോടൊക്കെ ഒരു സ്നേഹവും കൂടി വേണ്ടായോ? അങ്ങനെ ഇന്നത്തെ ഞങ്ങളുടെ യാത്ര. ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ നമുക്ക് പോകുന്ന വഴിക്ക് കാണാം. അപ്പം നമുക്ക് പോയിട്ട് വരാം. കാണാൻ പറ്റത്തില്ലല്ലേ? ശരിക്കും കാണാൻ മൊത്തത്തിൽ കാണാൻ പറ്റത്തില്ല. എന്നാലും നമുക്ക് റോഡിൽ നോക്കിയാൽ ലോങ് വ്യൂവിൽ നന്നായിട്ട് കാണാം. ജഡായിപ്പാറയാണ്. ജഡായിപ്പാറയിൽ നമുക്ക് ഉദ്ദേശിക്കുന്ന ഫെസിലിറ്റി ഒന്നും അവിടെ ഒന്നും കിട്ടത്തില്ല. ഞാൻ 2 പ്രാവശ്യം പോയതാണ്. അവിടെ ഒരു ബാത്റൂം പോലും അവിടെ പ്രോപ്പറായിട്ടില്ല. എല്ലാവരും പൂട്ടി അടച്ചിട്ടിരിക്കുകയാണ്. പിന്നെ മ്യൂസിയം അതും പൂട്ടിയിട്ടിരിക്കുകയാണ്. നമ്മുടെ ഇത്രയും വലിയൊരു ടിക്കറ്റ് ചാർജ് മേടിച്ചിട്ട് അതിൻ്റെ ഒരു ഫെസിലിറ്റിയും നമുക്ക് അവിടെ മേളിൽ കിട്ടത്തില്ല. പിന്നെ അവിടെ നിന്നുള്ള വ്യൂ നമുക്ക് കാണാം, ചുറ്റുവട്ടമുള്ള വ്യൂ കാണാം, അത്രയേ ഉള്ളൂ. ഞങ്ങളങ്ങനെ ചേച്ചിയുടെ വീട്ടിലെത്തി. ചേച്ചിയുടെ മോൻ്റെ കുഞ്ഞായത്. അവനെ വിളിക്കുന്നത് ശങ്കരൻ എന്നാ കേട്ടോ. ഭയങ്കര സംസാരമാ അവന്. ഇതെന്താണെന്നറിയാമോ? യൂട്യൂബിന്റെ അതെന്റെ ഫോട്ടോ. ചെറുതിലെ ഫോട്ടോ, വലുതിലെ ഫോട്ടോ. ഇതൊക്കെ ആരാ? ഇതൊക്കെ ആരാ? ആണോ? ലൈറ്റ് ആക്കാനും പറ്റും. അതെ നോക്കിക്കേ. മീനുണ്ടോ? മെത്തോളിയൊക്കെ ചത്തുപോയി. പച്ച മീന്, മഞ്ഞ മീന്. ഞങ്ങൾ ചെന്നപ്പോഴത്തേക്ക് ഉച്ചയായിരുന്നു. പിന്നെ ഊണിൻ്റെ സമയമായി. അങ്ങനെ ഞങ്ങൾ ചോറൊക്കെ ഉണ്ടു. പുള്ളിയുടെ ഇപ്പം കുറേ വീഡിയോസ് ഇപ്പം ഞങ്ങൾ ഇവിടെ എടുത്തിട്ടുണ്ട്. ഇനി രാത്രി ഒത്തിരി എടുക്കാനുണ്ട്. അളീക്കുള്ളിൽ കാരാക്കോണം മെഡിക്കൽ കോളേജ് വരെ പോവാം. അപ്പോൾ അവിടെ ചെന്നിട്ട് നമുക്ക് അതിന് ബാക്കിയുള്ള കാര്യം നോക്കാം. ഹായ്. നമ്മൾ തൃപ്പരപ്പിന് പോകുന്ന വഴിക്കാണ് നെട്ട എന്ന് പറയുന്ന ഗ്രാമം. അവിടെയാണ് നമുക്ക് ഈ കാണുന്ന ലേക്കിൽ നിന്ന് നല്ല നാടൻ മീൻ പിടിച്ച് അവർ നമുക്ക് വറുത്തും പൊരിച്ചും ഒക്കെ കിട്ടുന്ന ഒരു സ്ഥലമാണ് നെട്ട എന്ന് പറയുന്നത്. അവിടുത്തെ വീഡിയോസ് ഒരുപാട് നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും.
അത് ഇതിൻ്റെ അടുത്തായിട്ടാണ് ആ സ്ഥലം. അപ്പോൾ ഞങ്ങൾക്ക് തൃപ്പരപ്പിൽ പോകേണ്ടതുകൊണ്ട് ഞങ്ങൾ നെട്ടയിൽ അവിടത്തേക്ക് പോയില്ല. അവിടെ പോയി എല്ലാവർക്കും മീൻ കഴിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. ഞങ്ങളങ്ങനെ തൃപ്പരപ്പ് പാർക്കിംഗ് ഏരിയയിലെത്തി. പക്ഷേ ഇവിടെ എത്തിയപ്പോഴേക്കും ക്ഷേത്രം അടച്ചിരുന്നു. നമുക്കതുകൊണ്ട് ക്ഷേത്രത്തിൽ കയറാൻ പറ്റിയില്ല. ഈ കാണുന്ന ക്ഷേത്രത്തിൻ്റെ കിഴക്കേ നടയായിരുന്നു. അവിടെ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ തൃപ്പരപ്പിൽ പോയിട്ടുണ്ട്. പക്ഷേ അന്നത്തെ തൃപ്പരപ്പല്ല ഇന്നിപ്പോൾ ഈ കാണുന്നത്. ആ കാണുന്നതാണ് തൃപ്പരപ്പ് മഹാദേവ ക്ഷേത്രത്തിൻ്റെ വടക്കേ ഗോപുരത്തിലൂടെ ഒഴുകുന്ന ആറ്. ഒരുപാട് സിനിമയുടെ ഷൂട്ടിംഗ് ഒക്കെ ഇവിടെ ഒത്തിരി സിനിമയുടെ ഷൂട്ടിങ്ങുകൾ ഇവിടെ നടന്നിട്ടുള്ള സ്ഥലമാണ്. രജനീകാന്തിൻ്റെയും ആ വെള്ളച്ചാട്ടത്തിലൊക്കെ രജനീകാന്തിൻ്റെയും കമലഹാസൻ്റെയൊക്കെ ഒരുപാട് പഴയ സിനിമകൾ ഷൂട്ട് ചെയ്തിട്ടുള്ള സ്ഥലമാണ്. ഇന്നിപ്പോൾ ഇവിടെ നമുക്ക് വളരെ കണ്ണിന് വളരെ മനോഹരമായ കാഴ്ചകൾ നൽകുന്ന നല്ല കടകളും നല്ല ആൾക്കാരും നമുക്കറിയാൻ പറ്റാത്ത കാര്യങ്ങളെല്ലാം ചോദിച്ചു കഴിഞ്ഞാൽ നല്ല വിശദമായിട്ട് നമുക്ക് പറഞ്ഞു തരുന്ന നല്ല ഗ്രാമീണരായ ആൾക്കാരാണ്. മറ്റ് ചില സ്ഥലത്തെ ടൂറിസ്റ്റുകളെ ചൂഷണം ചെയ്യുന്ന പോലുള്ള ചൂഷണങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇവിടെ ഇല്ല. നിങ്ങളിവിടെ നിന്ന് എത്തേണ്ട സ്ഥലമാണ്. നമ്മുടെ തിരുവിതാംകൂർ മഹാരാജാക്കന്മാരുടെ ഏറ്റവും വലിയ ആരാധനാമൂർത്തികളിൽ ഒരാളായിരുന്ന തൃപ്പരപ്പ് മഹാദേവ ക്ഷേത്രം ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെയാണ് ഈ സ്ഥലത്തിന് ഈ പേര് വീഴുന്നതും. ഇനിയിപ്പോൾ ഞങ്ങൾക്ക് ഇവിടുന്ന് ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾക്ക് നേരെ ലുലു മാളിലേക്കൊന്ന് പോകാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. ലുലുവിൻ്റെ ഈ ഭാഗത്ത് വന്നപ്പോൾ കണ്ടോ, സർവീസ് റോഡ് മുഴുവൻ ബ്ലോക്കായി കിടക്കുകയാണ്. അപ്പോൾ സർവീസ് റോഡിൽ നിന്ന് ഞങ്ങൾക്ക് ജസ്റ്റ് ഹൈവേയിലോട്ട് കയറാൻ വേണ്ടി ഒരു കട്ടിങ് കിട്ടി. അങ്ങനെ ഞങ്ങൾ ലുലുവിലേക്കുള്ള യാത്ര ഉപേക്ഷിച്ച് ഞങ്ങൾ ഹൈവേയിലേക്ക് കയറി. തന്നെയല്ല, നമുക്ക് രാവിലെ എഴുന്നേറ്റ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലും പഴവങ്ങാടി ഗണപതി അമ്പലത്തിലും പോകണമായിരുന്നു. അപ്പോൾ ലുലുവിൻ്റെ ഭാഗം മുഴുവൻ ബ്ലോക്കാണ്. ഞങ്ങളതുകൊണ്ട് ഹൈവേ പിടിച്ച് ഞങ്ങളിങ്ങനെ പോകുന്നു. പിന്നെ നേരത്തെ ഒരുപാട് തവണ വന്നിട്ടുണ്ട്. പിന്നെ അതുകൊണ്ട് വലിയ താല്പര്യം ഒട്ടില്ലായിരുന്നു കയറാനും. തിരക്ക് ഉള്ളത് കൊണ്ട് പിന്നെ നമ്മൾ വിചാരിച്ചു വേണ്ട എന്ന് വിചാരിച്ചു. ഇല്ലെങ്കിലൊന്ന് ജസ്റ്റ് ഒന്ന് കയറി കറങ്ങി പോകാമെന്ന് വിചാരിച്ചു. എന്തായാലും അവിടെ കയറി കഴിഞ്ഞാൽ പിന്നെ 2-3 മണിക്കൂർ നമുക്ക് നഷ്ടപ്പെടും. അപ്പോൾ നേരത്തെ വന്ന് കിടന്ന് ഉറങ്ങിയിട്ട് രാവിലെ അമ്പലത്തിൽ പോകണം. രാവിലെ തന്നെ ഞങ്ങൾ ശങ്കരനെയും കൂടെ ഒപ്പം കൂട്ടിയിട്ട് പഴവങ്ങാടിക്ക് പോകണം. അമ്പലത്തിൽ പോയി പത്മനാഭനെ കണ്ടിട്ട് ഞങ്ങൾ പഴവങ്ങാടി ഗണപതി ക്ഷേത്രമാണ് ദൂരെ കാണുന്നത്. അപ്പം പെട്രോൾ അടിക്കാൻ കയറിയപ്പോൾ ചേട്ടൻ പറഞ്ഞ് വണ്ടിയുമായിട്ട് അങ്ങോട്ട് പോകണ്ട, നിങ്ങൾക്ക് ആ ഏരിയയിലൊന്നും പാർക്കിംഗ് കിട്ടത്തില്ല, സൺഡേ അല്ലായിരുന്നു, സൺഡേ ആയിട്ട് ഭയങ്കര തിരക്കായിരിക്കും എന്ന് പറഞ്ഞു. എന്തായാലും ഭാഗ്യത്തിന് പാർത്താസിൻ്റെ മുന്നിലായിട്ട് ഞങ്ങൾക്കൊരു പാർക്കിംഗ് കിട്ടി. അവിടെ വണ്ടി പാർക്ക് ചെയ്ത് ഞങ്ങൾ അവിടെ നടന്ന് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ജനങ്ങളുടെ നമ്മൾ ഞായറാഴ്ച ദിവസം കൂടെ ആയതുകൊണ്ട് എല്ലാ ഗ്രാമവാസികളും നഗരവാസികളും എല്ലാവരും എത്തിച്ചേർന്ന് ഇന്ന സ്ഥലമാണല്ലോ. നമ്മുടെ പഴവങ്ങാടി ഗണപതി ക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകത എല്ലാവർക്കും ഒരുപക്ഷെ അറിയാമായിരിക്കും, പക്ഷേ ചിലർക്കൊക്കെ അറിയില്ലായിരിക്കാം. നമ്മുടെ ഇന്ത്യൻ ആർമിയുടെ നിയന്ത്രണത്തിലുള്ള കേരളത്തിലെ ഒരേ ഒരു ക്ഷേത്രമാണ് പഴവങ്ങാടി ഗണപതി ക്ഷേത്രം. അവിടുന്ന് ഞങ്ങൾ പിന്നെ നേരെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലോട്ടാണ് പോയത്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ കിഴക്കേ നടയിലെത്തി ഞങ്ങൾ. അപ്പോൾ ഇവിടെയും ഭയങ്കര തിരക്കായിരുന്നു. അപ്പോൾ രാവിലെ നല്ല ക്യൂ ഉള്ളിൽ അനുഭവപ്പെട്ടതുകൊണ്ട് ഞങ്ങൾ നടക്കൽ നിന്ന് തൊഴുതതേ ഉള്ളൂ, പിന്നീട് ഒരിക്കലാകാമെന്ന് കരുതി. അപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു. ഞങ്ങൾക്ക് അന്ന് തന്നെ എങ്കിൽ തിരിച്ചു വരണമായിരുന്നു വീട്ടിലോട്ട്. ഇവിടെ നമ്മുടെ അരിമോളൊക്കെ ഇവിടെ കിടക്കുമല്ലേ, അതുകൊണ്ട് ഞങ്ങൾ നേരെ അവിടെ നിന്ന് തൊഴുതതേ ഉള്ളൂ. ഈ കാണുന്നതാണ് പണ്ട് കാലത്ത് അറിയപ്പെടുന്ന മേത്തമ്മണി എന്നറിയപ്പെടുന്ന നാഴികമണി. ഇന്നും ഇത് പ്രവർത്തിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. കറക്റ്റ് സമയം തന്നെയാണ്. ഇവിടെ നല്ല SSFിൻ്റെയും കേരള പോലീസിൻ്റെയും ഒക്കെ അതിശക്തമായ കാവലിലാണ് ഈ ഭാഗങ്ങളെല്ലാം. നമ്മളവിടെ കാണിക്കൊക്കെ ഇട്ടു. അവനെയും കൊണ്ട് കാണിക്ക ഇടിച്ചിട്ട് തിരിച്ചിറങ്ങി തൊഴാൻ ശ്രമിച്ചു, പക്ഷേ ക്യൂ കണ്ടപ്പോഴേ തിരിച്ചു പോരുന്നു. ഇനിയിപ്പം ഞങ്ങൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് വീട്ടിലേക്ക് തിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു കാണലായിരുന്നു പത്മനാഭനെയും പഴവങ്ങാടി ഗണപതി ഭഗവാനെയും. എന്തായാലും അത് രണ്ടും സന്തോഷമായിട്ട് ഞങ്ങൾ തൊഴുതു. ഇനിയിപ്പോൾ തിരിച്ചിപ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് തിരിക്കാനായിട്ട് പോവുകയാണ്. അതിനു മുമ്പായിട്ട് ഒരിക്കൽ കൂടി പത്മതീർത്ഥം കൂടി ഒന്ന് കണ്ടിട്ടാവാം എന്ന് കരുതി. പത്മതീർത്ഥത്തിൻ്റെ കിഴക്കേ നടയിലായിട്ടൊരു ഗജരാജൻ്റെ വിഗ്രഹം ഇരിപ്പുണ്ട്. ആ വിഗ്രഹം എല്ലാവരും അങ്ങനെ പ്രത്യേകം ശ്രദ്ധിക്കുന്നതല്ല. നല്ല മനോഹരമായിട്ട് രാവിലെ തന്നെ പൂജിച്ച് മാലയൊക്കെ ചാർത്തി ഇട്ടിരിക്കുകയാണ്. അതിന് ചെറിയ അംഗവൈകല്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അവിടുത്തെ ഒരു ഹോട്ടലിൽ കയറി രാവിലെ ചായയും ഒരു ഉഴുന്നോടെയും കഴിച്ചിട്ട് പോകാമെന്ന് കരുതി ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി നല്ല പോർട്ട് റോഡിൽ കയറി. ശങ്കരൻ ഞങ്ങൾക്ക് വഴിയൊക്കെ പറഞ്ഞു തരുന്നുണ്ട്.
വീട്ടിൽ വന്നിട്ട് കാപ്പൂടിയൊക്കെ കഴിഞ്ഞു. അപ്പം ഞങ്ങൾ ഇറങ്ങുവാണേ. എല്ലാവർക്കും ടാറ്റ.